ശാമ്പോയി സമയം പോയി. വാ ഓടി വാ. സമയം നല്ല രീതിയിൽ താമസിച്ച് 5 മിനിറ്റ് താമസിച്ച്. അത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഇതിടെ ഞാനേ ഇവിടെ വിളിച്ചോണ്ടിരുമ്പം തവളക്കോട് ഇടാൻ വേണ്ടി കൂട്ടുന്ന രാവിലെ ഇങ്ങനെ കുറയ്ക്കണം. അച്ഛനെ പോലെ ഇരിക്കുന്നു. മതിയോ മതിയോ മതി. ലിയോനെ പോലെ അച്ഛൻ്റെ താടി അച്ഛനെ പോലെ താടി. നമുക്ക് പോയി എന്താ പറയണം, ലിയോനെ പോലെ മുടി കിട്ടുന്ന പറയണം. അയ്യോ ഇതാരാ? ഇതാരാന്ന് അറിയില്ല. മറ്റേ അമ്മ വിജയമൊന്നല്ല. നമുക്ക് പോവാം. നമ്മുടെ സമയം പോയാൽ പെട്ടെന്ന് പറഞ്ഞാൽ കാണാം. അത് കാണാം, കണ്ടാൽ മതി. അധികം സംസാരിക്കാൻ നിൽക്കണ്ട, സമയമില്ല. സംസാരിച്ചാൽ മതി. സംസാരിക്കണ്ടേ? നേരമില്ല. കഴിച്ചോ? എന്താ വെച്ചേ? അപ്പം കടലക്കറി. പൊന്നെന്നാ കഴിച്ചേ? അപ്പ കറി അപ്പം കടല ഇവിടെയും അപ്പ. പൊക്കോട്ടോ, നാളെ കാണാവേ. ചേച്ചി എന്തിയേ? വീട്ടില്. ചേച്ചി കുളിച്ചില്ല, കുളിക്കാതെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. തിരിച്ച് കയറ്റി കുളിപ്പിച്ച് കുളിച്ചിട്ട് പോയാൽ മതി. ആ കുളിച്ചു കഴിഞ്ഞു. ഇട്ടിട്ട് വരും. നീ എന്തിയേ? പിന്നെ ചുമ്മാ ഇവിടെ നിന്ന് അഭിനയം തുടങ്ങാതെ. പുകയൊന്നും അടിച്ചില്ല ഇവിടെ, ഇങ്ങോട്ട് പുകയില്ല. എന്തോരം അഭിനയോ? നല്ല സ്മെല്ല്. പോവാ, സമയം പോയി. കഴിച്ചോ? കഴിച്ചോ? എന്താ വെച്ചേ? പോയടി പോടി. കറി പറഞ്ഞില്ല, നീ പോകല്ലേ? സമയമില്ല, സമയം പോയടി. ബസ് പോകുന്നുണ്ടേ. ബാ വിളിക്കും അവരെ. എന്ത് ചെയ്യാന്ന് ചോദിക്കും ചാമ്പോയി. അതാ പറഞ്ഞേ, പെട്ടെന്ന് വാ, നടക്കാം അങ്ങോട്ട്. നീയോ? ആണോ? ആർക്ക്? പിന്നെ ചക്ക വറുത്തത്. ആ ഇനി ഈ പ്രാവശ്യം മേടിക്കാം. തീർന്നു നീ മേടിക്കണം. എടുത്താലോ? നീ കൊടുക്കൂല്ലോ പിന്നെ. ആര്? ഇന്ന് മുടിയൊക്കെ ആരാ കെട്ടി തന്നെ? സൂപ്പറാണല്ലോ. എന്നും ഇങ്ങനെ കെട്ടി വെച്ചാ? പിന്നെ വെള്ളം ഒരു കലസ് വെടലിനെ പോലെ ചേച്ചി ചേച്ചിയില്ല, ചേച്ചി വന്നില്ല. അവിടെ നിൽക്കുമല്ലേ, വീട്ടിലല്ലേ. അവള് വന്നില്ലേ? അവള് വൈകി വരത്തുള്ളൂ. ഇല്ല, വരും പുറകെ വരും. നമ്മുടെ പുറകിതാ.
ഇന്ന് നമ്മൾ ആദ്യം വന്നേ, നമുക്കവിടെ പോയി നിൽക്കാം. അപ്പോൾ ചേച്ചി വരും. ഓക്കെ. നിന്റെ ബസ് ഇപ്പം വരൂടി. തോന്നുന്നു. അതെ, നിന്റെ ബസ് വരുന്നുണ്ട്. നാരായണ ബസ് പോയെന്ന് തോന്നുന്നു. ഇപ്പോൾ വരുമ്പോ ചുമ്മാ കിടന്ന് വെക്കല്ലേ കേട്ടോ. ബസ് വരട്ടെ കാരണക്ക് ചുമ്മാ കിടന്ന് കീറല്ലേ കേട്ടോ. ഞാൻ ഇവിടെ വരുന്ന വണ്ടിക്ക് കയറ്റി വിടും. നാരായണ ബസ്സിന് കയറ്റി വിടും നിന്നെ. നാരായണ ബസ്സില്ലേ, ആ ബസ്സൊക്കെ കയറ്റി വിടും നിന്നെ. മതിയോ? നിന്നെ ഏത് ബസ്സാണ് കയറ്റി വിടണ്ട? നിന്റെ ബസ്സാ. അവളിപ്പോ നിന്റെ ബസ് പോയാലും വരത്തില്ലല്ലോ. അവിടെ പോയി ബസ് വരുന്നുണ്ട്. പെട്ടെന്ന് കയറി. ആരാണി വെച്ച് താമസിച്ചു പോയിട്ടുണ്ട്. എന്നാ കഴിക്കുന്നില്ലേ? ആ, എപ്പോഴാണ് വണ്ടി പോകുന്നത്? എപ്പോഴാ ബസ്? 8 മണിയാവതേ. ആ, വണ്ടി പോയോ? പോയില്ലേ? അയ്യോ, പിന്നെ സ്കൂളിൽ വിടുന്ന പോയില്ല. അതടുത്ത് 7:50 പോകും. നീ എടുക്കത്. ആ, എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ. പൗഡർ വിട്ട് പെർഫ്യൂം വിട്ട് ക്രീം പോയിട്ടാണോ നീ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്നത്? ആഹാരം ഇങ്ങോട്ട് നിൽക്കേ. ഇന്നലത്തെ കാര്യമല്ല, ആഹാരം നീ എപ്പോഴും പോകുന്നതിന്, നീ ഒരുങ്ങുന്നതിന് മുന്നേ ഇവിടെ ആഹാരമാകുന്നുണ്ട്. നീ വരുമല്ലേ? നിന്നോട് ഞാൻ എപ്പോഴും വിളിച്ചിട്ട് പറയും, നാരായണി ഫുഡായി വന്ന് കഴിക്കെന്ന് ഞാൻ പറയും. എന്നിട്ട് നീ ഒരുങ്ങാൻ ഞാൻ പറയുന്നത്. ഇങ്ങോട്ട് നിൽക്കേ. 5 വയസ്സാണോ? 10 വയസ്സ്? ഇതുപോലെ കെമിക്കലെല്ലാം കൂടെ കയ്യിലിട്ടിട്ട് പിന്നെ എല്ലാം അങ്ങനെയാണോ കഴിക്കണ്ടേ? നീ എന്തെങ്കിലും കാണില്ല, എനിക്കെന്തുവാ? നാരായണ വണ്ടി പോകും മിക്കവാറും. താമസിച്ചു. ഇതെന്നാ അപ്പോൾ ഓടുവാണോ? ടാഗ് ഇതെടുത്തോ ഐഡി. ആ, ചെയിനൊക്കെ ഊരി വെച്ചല്ലോ അല്ലേ? സാറ് പറഞ്ഞു ഓർണമെന്റ്സ് ഗോൾഡ് ഇടാൻ പാടില്ലെന്ന്. നീ ഇതിൽ പെട്ടെന്ന് പോ, നിനക്ക് വണ്ടി കിട്ടും. പിന്നെ എനിക്കറിയാലോ അവിടെ പോകുന്ന സമയം എപ്പോഴാണ്. നീ ഇപ്പോൾ പോ. നിങ്ങളുടെ ഇതിനു വേണ്ടി ഞാൻ വേണം പോകാം. ആ, നിങ്ങളുടെ ഇതിനു വേണ്ടി പോയാലും പോയാലും നേരെ അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ സ്റ്റാൻഡിലോട്ട് പോയാൽ പോരെ? പോയാൽ മതി, കറങ്ങണ്ടേ. എന്നാ പോ. ബാ, ആ പാൻറ് താത്തിട്ടെ. പാൻറ് താത്തിട്ടോ. ആ, അതൊന്നും വേണ്ട. യൂണിഫോം ഇട്ടുകൊണ്ട് പോകുന്നത് കുറച്ചൊക്കെ അതിനോടൊരു ഇത് കാണിക്കേ. പാലിതേ പൊക്കിയിട്ടേക്കുന്നത് താത്തിട്. ഒന്നുമല്ല, ടീച്ചേഴ്സ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് മീറ്റിംഗ് വന്നപ്പോഴേ പറഞ്ഞതാ, ആണാളും പെണ്ണാളും പാൻറ്റിൻ്റെ ഇറക്കമൊക്കെ ഇച്ചിരി കുറയും. നോക്കിക്കോ, ഇറക്കിയിട്ടേ. സ്കൂളിലോട്ടാ പോകുന്നത് നാരായണി. ഡിസിപ്ലിനൊക്കെ ഉണ്ടാവണം.
ഇപ്പോഴത്തെ പിള്ളേരേ സ്കൂളിലോട്ടാ, അല്ലാതൊക്കെ ആണെങ്കിൽ പിന്നെ പോട്ടെ, ഇച്ചിരി ഇതൊക്കെ ആയിട്ട് പോകുന്നതിന് പ്രശ്നമില്ല. സ്കൂളിലോട്ടൊക്കെ ആകുമ്പോൾ കുറച്ച് ഇത് വേണ്ടേ. അവളുമാർക്ക് കാവലായിട്ട് നിർത്തിയേക്കോ, നീ നോക്കിക്കോ കേട്ടല്ലോ. എന്നാ അയ്യോ എടുത്തോ. അയ്യോ ഇനി എന്നാ ചെയ്യും? കൂട്ടണം. കുറേ ഉണ്ടല്ലേ? ഇല്ല അങ്ങനെയുണ്ടല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ട് മീരയുടെ അടുത്ത് പോവാം. അവളിന്ന് സൗദിക്ക് പോവാണ്. അപ്പം അവളുടെ അടുത്തുനിന്ന് പോയി അവളെ യാത്രയാക്കിയിട്ട് വരണം. ഞാൻ വീട്ടിലോട്ടേ പോകുന്നുള്ളൂ. അവൾ അവിടെ നിന്നും വേറെ ഓരോ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം അവൾ അങ്ങോട്ട് പോകും. അപ്പം വീട്ടിലോട്ട് ഞാൻ പോവാം. ചേട്ടാ വന്നില്ല. പിന്നെ ഞാൻ അവളുടെ അടുത്തോട്ട് അങ്ങോട്ട് പോകുമെന്ന് വെച്ചു. ഇപ്പോൾ ആദ്യം 1:30 ആകുമ്പോൾ പോകുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ മീരേ അവളെന്തിയെ? ആ അമ്മയുണ്ടോ? അവിടെ പോയി. അവള് ഇപ്പം അങ്ങോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇരിക്കേ കഞ്ഞി കുടിക്കുമായിരുന്നോ? കഞ്ഞി പിടിക്കുമായിരുന്നു. മണി കെട്ടിയ പൂച്ച. പോയിട്ടോ അവൻ കുടിച്ചോ, കഞ്ഞി കുടിച്ചോ. ഇരിക്കുവച്ച ഇപ്പോഴും ഒരുങ്ങിയോ? അഴുക്കാക്കാതെ സമയമാകുമ്പോൾ ഒരുങ്ങിയാൽ പോരെ. ഞാനാടി. നീ എവിടെ പോയതാ? എവിടെ പോയതാ? ആണോ? അതോ ഹൈഡാൻസേക്ക് പഠിക്കാൻ പോയതാണോ? എന്ത് പാവം ഒന്ന് വയ്ക്കാനേ രൂപ. അയ്യോ എൻ്റെ പൊന്നെ. ഇത് മറ്റേ ആ മാസ്ക് ആണ് അവിടെ പോയി മേടിച്ച. ചുമ്മാ ഈടെ മുഴുവൻ ഡെയിലി കൊണ്ടിട്ട് മുഴുവൻ കരുവാടിച്ചു. അതിന് മുമ്പ് ഞാൻ ചുമ്മാ വെച്ച ഒന്നും ഇല്ല ഇവിടെ. ബജപ്പാക്ക് വരുമോ ചോദിച്ചാൽ 11:30 ആകുമ്പോഴത്തേന് വരാമെന്ന് ചോദിച്ചാൽ നേരം ഉണ്ടോ ചോദിക്കാം. അല്ലെങ്കിൽ പിന്നെ ചുട്ടിയുടെ വണ്ടി കുഞ്ഞു വണ്ടിയല്ല, അതിനകത്ത് 3 പേര് കയറി വായ്പ എല്ലാം കൂടെ ചെറിയ വണ്ടിയല്ലേ, വലിയ വണ്ടി. രൂപ എന്നെ ഒരുക്കിയതാണ്, കാണിച്ചു തരാം. അയ്യോ അമ്മയടുത്ത് പറഞ്ഞാൽ വീണ്ടാട്ടം ചെറുപ്പാണ് വരും എന്ന് പറഞ്ഞാൽ സന്തോഷം. അമ്മ ഇവിടുന്ന് വരുന്നില്ലേ? അവരെല്ലാം ഉണ്ട്. സങ്കടത്തിന്റെ മാത്രമല്ല അവരെല്ലാം ഉണ്ട്. കുഞ്ഞിനെ കൊണ്ട് വരണ്ട. ഞാൻ പിന്നെ പോകുന്നവൻ കാണണമല്ലോ എന്ന് നോക്കിട്ട് ഇത് മതി. അവനറിയാം, അങ്ങനെ വലിയതായിട്ട് അറിയത്തില്ല കേട്ടോ. കുഴപ്പമില്ല, അമ്മയുടെ കൂടെ അവിടെ ഇവിടെ എല്ലാം മാറി നിന്നിട്ടുള്ളൂ. ശ്രീകുമാർ വരുമ്പോ കൊണ്ടുപോകല്ലോ. ആ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയായിരുന്നു.
ഇപ്പൊ വന്നിട്ടുണ്ട് നാട്ടില്. ഇങ്ങനെ പാടാ, കൈ പോ. ആ കോടതിയിലാണ്. പാടാ, അത് ഞെക്കിക്കാം അവിടെ. ആ ശരിയാ. നമുക്കിടെ അവനെ കിട്ടുന്ന ലിപ്സ്റ്റിക് അത് 2 3 എണ്ണമൊക്കെ എടുത്തിട്ടിട്ട് പറഞ്ഞു പിങ്ക് കളറോ എല്ലാം കൂടി ഇട്ടാലെന്നൊക്കെ പറഞ്ഞു. നല്ല അടി, നല്ല കളറാ. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും നല്ല സൂപ്പറായിട്ട്. ഇപ്പോഴേ ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതാണത്. എനിക്കിട്ടുണ്ടോ? അതെന്തുവാടാ? അപ്പം ഞാനാണ് പോകുന്ന ആള്. ആ ഓക്കെ. ഡ്രസ് ഇടാൻ പോവാണോ? ആ നോക്കി ഇതൊക്കെ എൻ്റെ കൊച്ചെന്നെ ഒരുക്കുന്നത് ഞാൻ കഴിക്കൂല്ലയോ? ആയിക്കോട്ടെ. ഇല്ല ഞാൻ ഇതേ രീതി തന്നെ. ഞാനാ കുഴപ്പമില്ല. അത് വേണ്ട, അത് നീ മോനെ ഇട്ടു, വേറെ ഇട്ടു. എനിക്കത് കൊണ്ടുപോകാൻ ഞാൻ മേടിച്ചാ കേട്ടോ. നീ അതിപ്പോ തന്നെ തീർക്കും. എനിക്ക് ഇട്ടടി എന്തൊക്കെയോ സാധനം. മതി ഓക്കെ. ഞാൻ വീട്ടിൽ നിന്നിട്ട് ഒന്നും കൂടെ ഉണ്ട്. ഈ എല്ലാം കൂടെ ആകുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. സ്മെല്ല് മതി. ആ ഓക്കെ. ഈ ഒത്തിരിട്ടു നോക്കട്ടെ. കൊള്ളാം. ഇച്ചിരി പെയിന്റ് കൂടി പോയി. നല്ല കുഴപ്പമില്ല, സൂപ്പർ. ഇതാ പെയിൻജിപ്പ്. ഇതന്നിട്ട് തപ്പി കൊണ്ടുപോയിക്കോ, നല്ലതാ. എനിക്ക് 2-3 ബ്ലേഡ് കൊണ്ടുപോകാൻ. പക്ഷെ ബ്ലേഡ് പൈപ്പ് കേട്ട് വരുന്നു. പറ്റിയതാ. ബ്ലേഡ് കത്രിക. അത് അവിടെ തേക്കുന്നല്ല, അത് പിരികത്തെ തേക്കുന്ന. ആണോ? എന്നാ ഇതിവിടെ തേച്ചു. എടി നിന്റെ പിരികത്തിന്റെ കളറ് ഇതും കൂടെ തേച്ചോ, അല്ലെങ്കിൽ ഇതായിട്ട് ഇവിടെ ഇങ്ങനെ തേച്ചോ. ഇത് അവിടെ മുഖം നീ വളവാക്കും. ഇപ്പൊ വരും. എന്റെ ഫോണൊന്ന് കുറച്ചാൽ ഓക്കെ. മോയ്സ്ചറൈസർ കൊണ്ട്. എന്താ ദൈവമേ, എൻ്റെ കൊച്ചു കണ്ടോ മറിക്കങ്ങോട്ട്. എന്റെ പിരികൊക്കെ എന്നടി തോന്നിരിക്കുന്നു. നിന്റെ വിത്ത് പോയിട്ട് വാ. കൂടിയിട്ടേ ഉള്ളൂ. നീയാ ചെല്ലേണ്ടത്. ചെരുപ്പ് അങ്ങോട്ടെങ്ങാനും കൊണ്ടിട്ടിട്ട് ഇനി ആ ചെരുപ്പം കൊണ്ടാണ് നടക്കുന്നത്. വിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാനെങ്ങു ഞങ്ങളെ കാവികൻ നീ ഭവാപ്തിക്കോരാവി വന്തോടി നിൻ പരം ഒന്നൊന്നായി എണ്ണി തൊട്ടെണ്ണും പൊള്ളൊടുങ്ങിയാൽ
നിന്നിടും മൃഗു പോലുള്ള നിലസ്പന്ദമഹാരണം അന്നവസ്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ തന്നെ വർത്തമാനം ഭൂതവും ഭാവിയും വേറെല്ലവരും മൊഴിയുമോർക്കുന്നു പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി 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 ഓം തസ്സ ശ്രീനാരായണ ഗുരുദേവാർപ്പണമസ്തു. ഞങ്ങൾ പോയിട്ട് വരാവേ. എൻ്റെ കൂടെ കുഞ്ഞിന് നല്ല ചെരുപ്പ് എടുത്തോ. എടുത്തിട്ടോണ്ട് പോകാൻ നീ ഇറങ്ങി നടന്നു. അമ്മ ചെരുപ്പിടാതെ വരുന്നു. മുട്ടായി മേടിച്ചോണ്ടോ പോകണോ? കയ്യെ വേറൊന്നും ഇടാൻ എടുത്തില്ലേ? ജോസേട്ടാ പോയേക്കുവാണേ. നീ വരട്ടെ എന്ന് പറ. കുഞ്ഞാവേട് പറഞ്ഞേര്. അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് നമ്മൾ ഉരുട്ടിയാൽ മതിയായിരുന്നു പോരെ. ആ മതി, പിന്നല്ലാതെ. പോയിട്ട് വരാവേ. അതിയൊക്കെ പോയിട്ട് വരാവേ. സത്യമാ നമ്മുടെ പാട്ടേലന്മാര് രണ്ടും എടുത്ത് കളഞ്ഞാൽ ഒറ്റ എണ്ണം കൊണ്ട് വെച്ചാൽ മതിയാ. ഇനി അവരെടുത്തോട്ടെ. ഇത് ഇച്ചിരി ഫ്രണ്ടിലോട്ട് ആ സൈഡിൽ കൂടെ സ്റ്റെപ്പ്. ചെരുപ്പിട് കാലേ. ഞാൻ 2 ടവലും എടുത്തു. വെട്ടിയെടുക്കണ്ട. അതിന് പുറകില്ല. ചെരുപ്പ് ഇട്. അതിന് ചേട്ടൻ പോവുക. ആ ചേച്ചി പോവുക. കാല ഇടടാ. പൊള്ളും അങ്ങോട്ട് വെയില്. കാല് പൊള്ളും. റോഡ് പഴുത്ത് കിടക്കുക. വാ കേറിക്കോ. വേണ്ടെന്ന് രാവിലെ പറഞ്ഞായിരുന്നു. ഇതെല്ലാം കൊണ്ടുപോകാം. ഇത് രണ്ടെങ്കിലും സെറ്റായിട്ട് കിട്ടിയ പറ്റിയാന്ന് തോന്നുന്നത്. വാ അവളെ വിളിച്ചതാ. ഡ്രസ്സിൻ്റെ കഥയാ. സ്ത്രീക്ക് അറിയത്തില്ലാത്തോണ്ട് എല്ലാവരും ഇവിടെ തുടിഞ്ഞു കിടക്കും. അയ്യോ അങ്ങനെയാണ് കിടക്കേണ്ടത്. ഇവിടുത്തെ അല്ലേ? അതെ അതെന്ന് തോന്നുന്നു. അതല്ലേ മീനുക്കുട്ടിയോ? ഇതാണോ? ഇതാണോ?
അതല്ലേ ഇതല്ലേ ഇത് ഇതൊക്കെ ഇത് മീനാമ്മയുടെ കൂട്ടുകാരി ചേച്ചി. ഇതുണ്ട് മീനാമ്മയുടെ അനീത്തിയാണ് മീനു ചേച്ചി. ആരൊക്കെയാണ് നോച്ചേ? മനസ്സിലായി. ഇത് മൂത്ത ആളല്ലേ? ചിരിച്ചാ? ഇതാണോ ജാനിമോള്? കുഞ്ഞാവിടെ പേരെന്താ? ഇഷാര. തീർന്ന്. ഇപ്പൊ മീരമ്മ കഥ പറഞ്ഞ കേട്ടോണ്ടിരുന്ന അവിടെ. മീരമ്മ ഒത്തിരി കഥ പറയും കേട്ടോ. അറിയോ? അറിയോ? കണ്ടിട്ടുണ്ടോ? വിശക്കുന്നുണ്ടോടി? കുഞ്ഞിന് വിശക്കുന്നുണ്ടോ? എന്താ? 3 മാസം 3 വീട്ടിലെന്നാ വിളിക്കണേ? വീട്ടിൽ വിളിക്കുന്നേ വിളിക്കും. ധ്രുവച്ചേട്ടനാണോ? ധ്രുവച്ചേട്ടയുടെ പേര് പറയുമ്പോ ചിരി വേണോടി? എനിക്ക് ചിരി വേണോ? ചേച്ചി ഇഷ്ടപ്പെട്ടോ? എന്നാ പോവണ്ട ഇവിടെ. മാവൻ എന്നാ വീട്ടിൽ വിളിക്കുന്ന കുഞ്ഞെ? ജാനി? അപ്പു? അപ്പൂസേ പെങ്കൊച്ചല്ലേ? പെങ്കൊച്ച. അപ്പൂസേ? അപ്പു? അപ്പുവേ? അയ്യോ ഞങ്ങൾ പേടിച്ചു പോയി. ദീപിച്ചിട്ടാണ് എടുക്കണ്ടേ? ഇവിടെ നോക്ക് ദീപിച്ചിട്ട്. ഞാൻ അടുക്കള പേല്ലാണ്ട് എടുക്കട്ടെ. ഇവിടെ നോക്കില്ലാലോ. നീ വീഡിയോ കോൾ വിളിക്കുമ്പോഴേക്കും കൊച്ചും വീരാണ്. മീരാൻ്റെ ആണ് ഇട്ട് വന്ന ലിപ്സ്റ്റിക്. സൂപ്പർ സുന്ദരി കുട്ടിയായി. ഇറങ്ങാൻ വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. മെസ്സേജ് ഇട്ടാണ് കേട്ടോ. ജാനകി ഇറങ്ങാനായിട്ട് മെസ്സേജ് വിളിക്കാൻ പറ്റുമോ അറിയത്തില്ല. ക്യാമറ തുടക്കേ എന്തോ മണ്ണല്ല. മോളെ ഇനി വല്ലല്ലോ പൊന്നു ആണല്ലോ അല്ലേ? എല്ലാം മാറിപ്പോയി. മഴ കാണുമെന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ നല്ല വെയില.
കൊണ്ട് എൻ്റെ ഉടുപ്പ് അടുത്ത് വെച്ചു വെച്ചു അവളാണോ? അല്ല എന്നെ എൻക്വയറിക്ക് മറ്റേ ഇതിന് വിളിക്കാം. അല്ലേ മൊത്തം നനയുള്ള ആ കൊച്ചിനെ കൂടെ കരയ്ക്കാ നീ. ഈ എൻ്റെ പൊന്നു നീര് നാണക്കേട് നീ കൂടെ കൊച്ചിനെ കൂടെ ഒരു കൊച്ചിനെ കൂടെ വർക്കിന് പോകുന്നിങ്ങനെ നാളെ ഇനി എല്ലാവരും നാളെ തന്നെ നാളെ വരും. ശ്രീരാമ കല്യാണം ഒരുക്കാൻ പോവാണ് അവിടെ ഒരു പെണ്ണിനെ എന്ന് പോകുമല്ലോ അങ്ങനെ അങ്ങനെ പോകുന്നതാണ്. എന്നാ ഷീനി ചേച്ചി കുഞ്ഞ് അമ്മായിയാണോ? അങ്ങോട്ട് ഇറങ്ങിയിട്ട് മേടിയില്ല തെന്നും നടയല്ല. ഭർത്താനം പറയണേ അതോ വേറെ പരിപാടിക്ക് പോവോ? വേറെ പരിപാടിക്ക് പോവോ? വീഴുവേ ഇവിടെ നിന്നാ മതി മോനെ. ഇങ്ങോട്ട് വാ, മഴയത്തിന് കയറ്. അച്ഛമ്മ പോയി. ആ മഴയും വെയിലും കൂടിയാ. മഴ രണ്ടുപേരും കയറി നിൽക്കണേ. ഒരു വെള്ളം വേണ്ടേ? വാ ടാറ്റ. പോയിട്ട് വരാവേ ഉമ്മ. അവളെ ഇതില് നനയുവാണ്. വേണ്ടേ അടച്ചടച്ചു കൊടുക്കാം. ഓക്കെ
വീഴുമാനെ വണ്ടിയൊക്കെ നനയുന്നു. സാരിയില്ല. നീ അച്ചാച്ചൻ എങ്ങനെയാ വഴക്കുണ്ടാക്കുന്നത്? ആണെങ്കിലേ അച്ഛനങ്ങനെ അച്ഛനാണെങ്കിൽ ഞാൻ വീട്ടിലുള്ള അച്ഛനെങ്കിൽ എന്തെങ്കിലും വയറിയാണെങ്കിൽ അച്ഛനെ ചീപ്പാണ്. ജയ്മോൻ പോകുന്നില്ലായിരുന്നു അങ്ങോട്ട്. ആ ജയ്മോന്റെ വണ്ടിയുണ്ട്. നീരമ്മ താത്ത. ഓക്കെ, നിങ്ങൾ ചുമ്മാ അറിയുമല്ലേ? ഓക്കെ ഓക്കെ. ഇവരൊക്കെ കരയുന്നുണ്ടോ? എന്തിനല്ലേ? നാളെ വരുമല്ലോ, പിന്നെന്തിനാ കരയുന്നല്ലേ? കുറെ പിടിച്ചോ. കൊതിപ്പിച്ച് ലാസ്റ്റ് മഴ പെയ്തു. ചെറിയ ചാറ്റലേ ഉള്ളൂ, എന്നാലും ഉണ്ട്. ചൂടൊക്കെ മാറി. ഇവിടെ ഞാൻ ഇന്നാ ജാറെടുത്ത് തേച്ച് കഴിച്ചേ മറ്റേ വെള്ളം പിടിക്കാമെന്ന് വെച്ചാൽ വെച്ചേ. ഞാൻ ഓട്ടോ വിളിച്ചേക്കാമേ. എന്നാ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഓട്ടോ വിളിച്ചിരുന്നു. ഇവിടം വരെയോ? ആ, താഴെ വരെ കൊണ്ട്. ഞാൻ താഴെ ഇറങ്ങിക്കോളാം. അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട, മേലോട്ട് കൊണ്ട്. എല്ലാം ഒരേ ഇത് തന്നെയല്ലേ. നമ്മുടെ ഒരാൾക്ക് ഇട്ടേക്കാൻ. ചേച്ചി എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. രാവിലെ ഞാൻ പറഞ്ഞത് പിൻവലിച്ചിരിക്കുന്നു. ചെറിയ ചാറ്റമഴയാണ്, ചിലപ്പോൾ ഇത് കയറി അങ്ങ് നോത്തേക്കും. Baca നല്ല സൂപ്പർ മഴ. മഴ കേട്ടോ. നല്ല മഴയാ, പെട്ടെന്നാ വന്നോ. മഴ മാത്രമല്ല, കാറ്റും ഉണ്ടല്ലോ. ന്യായമായ രീതിയിൽ എൻ്റെ ഷൂ എല്ലാം നനഞ്ഞു.
കാറ്റുണ്ട് കേട്ടോ. ഇരുണ്ട് മൂടിയുള്ള മര. നാരായണി എങ്ങനെ വരുമോ? കുടയൊന്നും കൊണ്ടുപോയി കാണാൻ വഴിയില്ല. നീ ഇതുവരെ മുടി കെട്ടിയില്ലേ? കുട എവിടുന്ന് കെട്ടി? കൊണ്ടുപോയോ നീ? അവൾ ചെയ്യാറില്ലല്ലോ. ഞാൻ പോയി വരാൻ സമയമായി. മഴയാ. അതൊക്കെ ഫുള്ള് മലയൊന്നും കാണത്തില്ല. എന്താ പറ്റി? മഞ്ഞോ മഴയോ? നല്ല മഴയാണല്ലോ. തുടങ്ങിയതിൽ പിന്നെ അങ്ങോട്ടങ്ങനെ നിന്നിട്ടില്ല. ചെറുതായിട്ടൊന്ന് കുറയുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. പെയ്തുകൊണ്ടിരിക്കുക. സാധാരണ ഇതുപോലുള്ള മഴ പെട്ടെന്ന് പെയ്ത് മാറുന്ന. ഒന്നാരും ഇല്ല. മഴയായോണ്ടായിരിക്കും. ആ കണ്ടില്ലേ? വാ ഇറങ്ങി വാ. ഇടാ 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 നിൽക്കേ. അങ്ങോട്ട് പോകും. അങ്ങോട്ട് നീ നിൽക്കേ. ഇവിടെ വാടി ഇവിടെ വാടി. കൂടെ എന്നതിനാണ് നിനക്ക്? പൊക്കോ പൊക്കോ പൊക്കോ. മഴയില്ല, കുറവാ. പൊക്കോ. ഇപ്പം ഈ കുട ചുമ്മാ കടി. ഇത് നനയുന്നുണ്ട് ഫുള്ള്. 50 രൂപയ്ക്ക് മേടിച്ച കുടയാണ്. ഇതിനകത്ത് വെള്ളം ഇറ്റിട്ട് വീഴുക. കുഞ്ഞാലി കുഞ്ഞിന്റെ മണിമുത്ത്. മതി മതി. ആരും കണ്ടില്ലല്ലോ. പോ 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 പോ. പടവനെ കളിയാക്കാം. മഴയാ മഴയാ മഴ. എന്താ കഴിച്ചത്? കഴിച്ചതോ? ഞാൻ ചോറുണ്ടു. കറിയോ?
മോര് കറി കൊച്ചിനെ എന്നാ ഉണ്ട് വീട്ടിൽ ചെല്ലുമ്പോ എന്താ ഞാൻ കേട്ടേ രാവിലെയോ ഞാൻ പോവാണ് നാളെ പറയാം നാളത്തെ കാര്യം ബസ് പോവും പോട്ടെ ആ അത് അറിയാതെ പോവും വടി തരാം പോകാൻ നോക്ക് ഓടിവേ കുടയൊക്കെ നനയും ഇതാകുമ്പോൾ നനയത്തില്ല കുടക്കകത്ത് നനയുമെന്ന് എന്റെ കുട ബ്ലാക്കാ കേട്ടോ വീട്ടിൽ പൊടി പൊടി വായും പൊളിച്ചിരിക്കുക വീട്ടിൽ പൊടി എന്റെ കുട ബ്ലാക്കാ വീട്ടിൽ പൊടി എന്നാ നിൽക്കുന്നേ ഇപ്പം മലയെല്ലാം തെളിഞ്ഞു വന്നു കേട്ടോ അതുവരെ മലയില്ലായിരുന്നു അങ്ങോട്ട് പോയപ്പം മൊത്തം മഞ്ഞായിരുന്നു സൂപ്പർ ക്ലാസ് ആയിരുന്നോ എന്നാ പഠിപ്പിച്ചേ സൂപ്പറായിരുന്നു പറഞ്ഞാൽ എന്നാ പിന്നെ ഇന്ന് തെറാപ്പി ഉണ്ടായിരുന്നോ ഇല്ലേ ഇന്ന് പൈനറിയാണോ ഓ അത് ശരി ആ അത് ശരി മതി മതി ചേച്ചിയൊക്കെ വീട്ടിലുണ്ട് ഇനി ചേച്ചിയെ കണ്ടില്ല നമ്മൾ എന്ത് ചെയ്യണോ ഞാൻ എന്നാ ചെയ്യാനോ നമുക്ക് അവിടെ വീടിൻ്റെ അവിടെ നോക്കാം പുറയിലുണ്ടോ ഇല്ല വീടിൻ്റെ അവിടെ നോക്കാം പോയടിയെന്ന് മഴയായതുകൊണ്ട് വന്നില്ല മഴയായതുകൊണ്ട് അവരെത്തിയിട്ടില്ല സ്പോട്ടിൽ കുടയില്ലായിരിക്കും മിണ്ടാ പോവാന്ന് ഈ ചേച്ചി ഒന്നും വന്നില്ലടി ഉണ്ടോ ഇരുട്ടാ അവരുടെ കറണ്ടും ഇല്ലേ ആ വീട്ടിലുണ്ട് മഴയായതുകൊണ്ട് ഇറങ്ങി വരത്തില്ലായിരിക്കും ഇവരാരും വന്നില്ല വന്നില്ലെന്നേ ഇവിടെ വന്നില്ല മഴയായിട്ട് നാരായണിയും ജയം വീട്ടിലുണ്ട് ഇപ്പം വരും അവരവിടെ ഉണ്ട് പോ കയറി പോ ആ മതി അവളൊന്നും ഇല്ല അവിടെ ആ ആ ജയമ്മ വിളിക്കുന്നു ജയമ്മയുടെ ഒരു പൊടി പോലും ഇല്ല അവിടെ അങ്ങ് കൊച്ചു കാറിക്കൊണ്ടാ വരുന്നത് ആ ആന്ന് ഫോണിൽ കൂടെ നിന്നെ വിളിക്കുന്നത് കേട്ടിട്ട്
അവിടുന്നേ കേട്ടല്ലോ, താഴേന്നേ വിളി കേട്ടല്ലോ. തലരിട്, നനയത്തില്ലേ കൊച്ച്. വാ ഇറങ്ങ്. ബാജയുടെ പൊന്നോ, ഇന്ന് ഷൂ തിരിച്ചിട്ടേക്കുന്നേ. ഓയ് വന്നല്ലോ, എൻ്റെ പൊന്ന് വന്നെന്ന്. അയ്യോ ഓടാതെ, ജയമയുടെ കൊച്ച് വന്ന്. ഇല്ലടാ, നമ്മുടെ സുന്ദരിക്കോത വന്നേ. ഓ ചെരുപ്പൊക്കെ എടുത്ത വെള്ളത്തിനകത്ത് ഇട്ട്. അമ്മച്ചി ഒരു തരാം. ഓക്കെ വന്നേ, വന്നെങ്കിൽ വാ കഴിക്കാം. വരാന് എടി ഇവിടെ വരത്തില്ല. അവിടെ ഇരുന്നോ. ഞാൻ അവള് കറക്കാൻ പോന്ന്. അയ്യോ അതിനൊക്കെ തുടങ്ങി തലവേദന. ചുമ്മാ പറയല്ലേ തലവേദനയാന്ന് പറഞ്ഞ് ചുമ്മാ ബാമൊന്നും പുരട്ടരുത്. ഇന്ന് വണ്ടി കിട്ടിയായിരുന്നോ? ബസ് കിട്ടിയോ? ഇല്ലേ? അത് തന്നെ 4 മണിക്ക് എണീക്കണമെന്നല്ല, ഒരു 4:30 കഴിയുമ്പോൾ എണീറ്റ് കുളിക്കുവറ്റ് പഠിക്കണം. എക്സാമാണ് 10-ാം തീയതി. അത് മറന്നു പോകണോ? എന്നും അങ്ങ് എണീറ്റ് പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ രാവിലെ എണീറ്റ് കുളിക്കുക. അപ്പോൾ പഠിക്കാൻ തോന്നും. മനസ്സിലായില്ലേ? അല്ലാതെ 7:30 പോകണേന് 7 മണിക്ക് എണീറ്റ്, അല്ല 6 മണിക്ക് 6:30 എണീറ്റ് വന്നാൽ എങ്ങനെയാ? പിള്ളേർ കുറച്ച് മെനക്കെടണ്ടേ? അല്ലേ? അതെ, ഉറക്കപ്രാന്ത്. മഴയത്ത് തോളെ കിടന്ന് തുടങ്ങിയ പാർട്ടിയാ. പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് കളഞ്ഞു ബുഷല്ലേടി. എന്നോട് പറഞ്ഞ് ബസ്സേ വെച്ച് ഊരിയെന്ന്.